സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അപ്പോൾ യേശുവിനെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഗ്രാവിറ്റി പ്രത്യേകം തൂക്കി നോക്കുന്നുണ്ട് ബൈബിള്. അതാണ് ഈ നോൺ ക്രിസ്ത്യൻസിന്റെ സാക്ഷ്യങ്ങൾ, ക്രിസ്ത്യൻ സാക്ഷ്യങ്ങൾ വ്യത്യാസം വരണം. കാര്യം നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ അവർ ഒത്തിരി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് അടയാളം കിട്ടുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻസ് അത് ഫോളോ ചെയ്തിരിക്കും. കാര്യം നിങ്ങളിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്, വിശേഷ വിധിയായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നിങ്ങൾ കാത്തലിസം ക്രിസ്ത്യൻസും കാര്യം മറ്റുള്ള സഹോദരങ്ങളെ അവർ യേശുവെന്ന് ഒന്ന് വിളിച്ചാൽ മതിയാകും, ചിലപ്പോൾ അവർക്കത് ആക്ടിവേറ്റായി കിട്ടും, അനുഗ്രഹം. പക്ഷേ ക്രിസ്ത്യൻസിന് കിട്ടത്തില്ല. അതിൻ്റെ കാര്യം അതാണ് ആ ചോദ്യം ഒന്നിന് വായിച്ചത്. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ക്രിസ്ത്യൻസ് എന്താ ചെയ്യേണ്ടത്? സാധാരണ ചെയ്യണ പോലെ ചെയ്താൽ വർക്കൗട്ട് ചെയ്യത്തില്ല. എന്ത് ചെയ്യണം? വിശേഷവിധിയായി ചെയ്യണം. എന്താ കാര്യം? അടുത്ത ചോദ്യം നോക്കിയേ. വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്താണ്? അതായത് സഹോദരങ്ങളെ മാത്രമേ, അതായത് അതിൻ്റെ മിനിമം സാറ്റിസ്ഫാക്ഷൻ, ഒരു വചനത്തിൻ്റെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്താലേ അക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകും. പക്ഷേ ക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകത്തില്ല. അവരെന്ത് ചെയ്യണം? അവർ വിശേഷവിധിയായി ചെയ്യണം, എക്സ്ട്രാ ചെയ്യണം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണത്? അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പെട്ടെന്ന് അക്രൈസ്തവരെ പോലെ അവരാണ് വലിയ സാക്ഷ്യങ്ങൾ പറയുന്നത്, അവരതിനേക്കാൾ വലിയ സാക്ഷ്യം ക്രിസ്ത്യൻസിന് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കണം. എന്താണ് വിശേഷവിധി? ഇപ്പം ഞാനേ നിദ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു സാക്ഷ്യം കേട്ടായിരുന്നു ഇത് രാവിലെ. അവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ കൊടുത്തത് അവർ 5 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തത്, 5 എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് നോക്കിയാണ്ട്. അപ്പോൾ വിശേഷവിധിയായി. അതാണ് വിശേഷവിധി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യും. അല്ല ഒരു വാക്ക് മതി എന്ന് വെച്ചാൽ നടക്കത്തില്ല. ഒരു വാക്ക് കൊണ്ട് ഈ സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവിനൊരു വാക്ക് മതി, നമുക്കൊരു വാക്ക് പോരാ. നമുക്ക് സാധാരണ ചെയ്യണതും പോരാ. പിന്നെ എന്ത് ചെയ്യണം? വിശേഷവിധിയായി ചെയ്യണം. ഇപ്പോൾ വേറെ ഷിജിനി എന്ന് പറഞ്ഞ സഹോദര സാക്ഷി ഷിജിനി, ഇപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നത് വിശേഷവിധിയാണ് ചെയ്യണത്. അതായത് ചെയ്യുന്നതിനാണ് പ്രാധാന്യം. ചൊല്ലുന്നതിനേക്കാൾ ഉടമ്പടിയിൽ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചൊല്ലുന്നതിനേക്കാളും ചെയ്യുന്നതിനാണ് അവിടെ പ്രാധാന്യം. ചെയ്താലും പറ്റത്തില്ല, പിന്നെ എന്ത് ചെയ്യണം? വിശേഷവിധിയായി ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ, സുവിശേഷ വേലയെ ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. രോഗങ്ങള്, വേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ.